നമസ്കാരം. ഇന്ത്യ സീറ്റ് ചർച്ച വിജയത്തിലേക്ക്. സീറ്റ് ചർച്ചയുടെ പിന്നാലെ ആടിയുലഞ്ഞ പ്രതിപക്ഷ ഇന്ത്യ മുന്നണി പതിയെ ഐക്യത്തിന്റെ തീരത്തേക്ക്. ഛത്തീസ്ഗഡ് മേയർ തെരഞ്ഞെടുപ്പ് നൽകിയ ഊർജ്ജം ഇന്ധനമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം എത്രയും വേഗം പൂർത്തിയാക്കാനാണ് മുന്നണിയുടെ ശ്രമം. ചർച്ചകൾ ഫലം കണ്ട ഭൂരിഭാഗം സീറ്റിലും BJPക്കെതിരെ പ്രതിപക്ഷത്തിന്റെ പൊതു സ്ഥാനാർത്ഥി വരും. മുൻ നിശ്ചയപ്രകാരം കേരളം, പഞ്ചാബ് എന്നിവിടങ്ങളിൽ പൊതു സ്ഥാനാർത്ഥി ഉണ്ടാവില്ല. നിലവിൽ ബംഗാളിലാണ് തർക്കം ഏറ്റവും രൂക്ഷം. തൃണമൂൽ കോൺഗ്രസുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ച ഉടൻ കടക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയുടെ നിലപാടും ജമ്മു കാശ്മീർ കടുപ്പത്തിലാണ്. ഉത്തർപ്രദേശിൽ അനിശ്ചിതത്വം മാറുകയും സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം യാഥാർത്ഥ്യമാകുകയും ചെയ്തു. ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും നിർണായകമായ സഖ്യമാണ്. ആകെയുള്ള 80 സീറ്റിൽ 17 നൽകാമെന്ന SP നേതാവ് അഖിലേഷ് യാദവിന്റെ വാഗ്ദാനം കോൺഗ്രസ് അംഗീകരിച്ചു. വാരണാസി, അമേഠി, റായ്ബിലെ പോലുള്ള സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചത്. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ദളിത് നേതാവ് ജിഗ്നേഷ് മെവാനി കളത്തിലിറങ്ങിയേക്കും. UPയിലെ സഖ്യം മധ്യപ്രദേശിൽ നീളും. ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള സീറ്റ് വിഭജന തർക്ക അന്തിമഘട്ടത്തിലേക്ക്. ആകെയുള്ള 7 സീറ്റിൽ 5 ആം ആദ്മി അവകാശവാദം ഉന്നയിച്ചേക്കും. ഹരിയാന, ആസാം, ഗുജറാത്ത് 3 കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ധാരണപ്പെടുന്നു. ഹരിയാനയിലും ആസാമിലും കോൺഗ്രസ് ഓരോ സീറ്റ് വീതം ആം ആദ്മി പാർട്ടിക്ക് നൽകിയേക്കും. ഗുജറാത്തിൽ 3 സീറ്റ് ആം ആദ്മി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചർച്ച പുരോഗമിക്കുന്നു. ജാർഖണ്ഡിൽ കോൺഗ്രസും ജാർഖണ്ഡ് മുക്തി മോർച്ചയും തമ്മിലുള്ള ധാരണ. ഇരു കക്ഷികളും 7 സീറ്റ് വീതം. ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് 1 സീറ്റ് RJDക്ക് നൽകും. കോൺഗ്രസിന്റെ 1 സീറ്റ് ഇടതുപക്ഷം നൽകും. ബീഹാറിൽ RJD കോൺഗ്രസ് ചർച്ചകൾ പുരോഗമിക്കുന്നു. 40 സീറ്റിൽ RJD 28 സീറ്റിലും കോൺഗ്രസ് 8 സീറ്റിലും CPI-M 2 സീറ്റിലും CPI-യും CPM-ഉം 1 സീറ്റ് വീതം ചർച്ചയിലാണ്. മഹാരാഷ്ട്രയിൽ ആകെയുള്ള 48 സീറ്റിൽ 39 സീറ്റിൽ കോൺഗ്രസ്, ശിവസേന, NCP കക്ഷികൾക്കിടയിൽ ധാരണയായി. പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഗാഡിക്ക് 3 സീറ്റ് നൽകാനും പരിഗണനയിലുണ്ട്. സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ ഈ മാസം 27, 28 തീയതികളിൽ ചർച്ച. തമിഴ്നാട്ടിൽ 39 സീറ്റിൽ 25 സീറ്റിൽ DAK മത്സരിക്കും. കോൺഗ്രസിന് 8ഉം ലീഗിന് 1 ലഭിക്കും. ഇടത് കക്ഷികളും മുന്നണിയുടെ ഭാഗമാണ്. കമൽഹാസന്റെ പാർട്ടി മുന്നണിയിൽ ചേര് സംബന്ധിച്ച് ചർച്ച തുടരുന്നു.